ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമത്തിലേക്കാണ്. കൊല്ലംകോട്ടേക്കാണ് നമ്മുടെ യാത്ര. ചാലക്കുടിയിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കണേ. ഏകദേശം 2 മണിക്കൂറോളം സമയമുണ്ട് ചാലക്കുടിയിൽ നിന്ന് കൊല്ലംകോട് ഗ്രാമത്തിലേക്ക്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് 2 ടോൾ പ്ലാസ മെയിനായിട്ട് വരും. ഒന്ന് പാലിയേക്കര ടോളും പിന്നെ പന്നിയങ്കര ടോളും. നമുക്ക് ഗൂഗിൾ മാപ്പിൽ പല വഴികൾ കാണിക്കും രക്ഷപ്പെടാനുള്ളത്. പക്ഷേ പാലിയേക്കര ടോൾ ഓക്കെയാണ്, നിങ്ങൾക്ക് ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. പക്ഷേ പന്നിയങ്കര ടോളിലേക്ക് വരുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളോട് ഞാനത് സജസ്റ്റ് ചെയ്യില്ല. ഞങ്ങൾ പോയത് ഷോർട്ട് കട്ട് വഴിയാണ്. നമ്മളൊരു കൂട്ടുകാരൻ്റെ ഒരു അറിവോടുകൂടി പോയതാണ്. പക്ഷെ പോയപ്പോഴുള്ള അവസ്ഥ ഇതായിരുന്നു, റോഡിൽ കൂടെ പുഴ ഒഴുകണ അവസ്ഥ. അപ്പോൾ ഗൂഗിൾ മാപ്പ് വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലത്തെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് കേട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും അവസ്ഥ. അപ്പോൾ നേരായ മാർഗത്തിൽ പോവുക. മഴക്കാലമാണ്. മഴക്കാലം എന്ന് പറയുമ്പോൾ മരം വീണടക്കാം, അല്ലെങ്കിൽ റോഡ് ഇടിഞ്ഞു പോയിണ്ടാവും. അപ്പോൾ മെയിൻ നല്ല വഴി കൂടെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നേരെ കാണുന്ന ആ ഓലിട്ട ഒരു ചെറിയൊരു കടയാണ് നമ്മുടെ ചെലപ്പച്ചൻ്റെ ചായക്കട. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. കൊല്ലംകോട് ഗ്രാമത്തിൽ തന്നെയാണ് അത് സ്ഥിതി ചെയ്യണേ. കൊല്ലംകോട് ഗ്രാമത്തിൽ വരുന്നവർ ഒരിക്കലും മിസ്സാക്കാത്തൊരു എന്താ പറയുക ഒരു സ്പോട്ടാണ് ചെലപ്പച്ചൻ്റെ ചായക്കട. പിങ്ക് ഷർട്ട് ഇട്ട് നടുക്കിരിക്കുന്ന ആള് ഞങ്ങളെ പള്ളിയിൽ വികാരിച്ചനാണ്. ഫാദർ ഡിൻഡോ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ ആളോടൊന്ന് മാറി പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണിത്. നമ്മളിവിടെ ഒന്ന് ചായ കുടിക്കുമ്പോൾ പുറത്ത് നല്ല മഴയും നല്ലൊരു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. പഴയൊരു കാലത്തിലേക്ക് അല്ലെങ്കിൽ പഴയൊരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മണ്ണെണ്ണ വിളക്ക കാര്യങ്ങളൊക്കെ. നമ്മളൊന്നും ഇപ്പോഴൊന്നും കാണാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ്. അടുത്തത് നമ്മൾ പോകുന്നത് ചെലപ്പച്ചാൻ്റെ ചായക്കട തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ്. ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രമാണിത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം എന്തുകൊണ്ടാണ് അതിനെ പ്രകൃതി ക്ഷേത്രം എന്ന് പറയണേ. നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിഷ്വൽസൊക്കെ കുറച്ച് എന്താ പറയുക ക്ലാരിറ്റി കുറവുണ്ടാവും. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വലിയൊരു ആൽമരം ഇങ്ങനെ പന്തലിച്ച് കിടക്കുകയാണ്. ഒന്നുമല്ല, അവിടെ ചുറ്റുമൊക്കെ ആൽമരങ്ങൾ തന്നെയാണ്. അതിൻ്റെ കീഴിലാണ് അതിൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ വെച്ചാണ്. അവിടെ ഓരോരുത്തർ വന്ന് എന്താ പറയുക അവരവരുടെ നേർച്ചകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, വീട് പണിയാൻ അല്ലെങ്കിൽ എന്താ പറയുക കാറ് വാങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ഭക്തിയുടെ ഒരു ഇതിൽ നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ
നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കൊല്ലങ്കോട് ഗ്രാമത്തിൻ്റെ ആ ഒരു ഭംഗിയുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തി. അപ്പോൾ ഇതാണ് നമ്മളെ എല്ലാവരും വീഡിയോയിലും അല്ലെങ്കിൽ റീൽസിലും കാണുന്ന കൊല്ലങ്കോട് ഗ്രാമം. പിന്നെ അതിൻ്റെ ആ പാടവും അതിൻ്റെ ആ മലമുകളും വെള്ളച്ചാട്ടങ്ങളും അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ അടുത്തായിട്ട് കാണാൻ പോണേ. നിങ്ങൾക്ക് ഈ ഗ്രാമം വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് തന്നെയാണ്. കാരണം ഞങ്ങളിപ്പോൾ 2-3 മണിക്കൂറോളം അവിടെ ഫ്രീ ആയിട്ട് സ്പെൻഡ് ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി, നല്ല തിരക്കായി. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ രാവിലെ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സീനറിയും കിട്ടും. തിരക്കൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കണ്ട് ആസ്വദിച്ച് പോകാനും പറ്റും. അടുത്തത് ഞങ്ങൾ കാണാൻ പോകുന്നത് മലമ്പുഴ ഡാമാണ്. അപ്പോഴേക്കും ഉച്ചയായതുകൊണ്ട് ഞങ്ങൾ NMR ബിരിയാണി ഹൗസിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. നല്ല ബിരിയാണി ആയിരുന്നു. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. പാലക്കാട് സിറ്റിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യണേ. മലമ്പുഴ ഡാമിന് തൊട്ടടുത്തുള്ളൊരു സ്പോട്ടാണ് റോക്ക് ഗാർഡൻ. മലമ്പുഴ ഡാമിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ റോക്ക് ഗാർഡനിൽ പോകണം. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആർട്ടാണ് അവിടെ അവർ ഉണ്ടാക്കി വെച്ചാണ്. കല്ലുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ വഴിയിൽ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ റോക്ക് ഗാർഡൻ കണ്ട് ഞങ്ങൾ അടുത്ത് പോയത് മലമ്പുഴ ഡാമിലേക്കാണ്. ഞാൻ മലമ്പുഴ ഡാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടിക്കറ്റ് കാശ്, റോപ്വേയുടെ ടിക്കറ്റ് കാശൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും.
അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു മലമ്പുഴ ഡാമിന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഏകദേശം ഞങ്ങൾ പാലക്കാടിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള 2 സ്പോട്ടിലേക്കാണ് പോയത്. അതിൻ്റെ ഡീറ്റെയിലാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക. ഈ മഴക്കാലത്തായതുകൊണ്ട് ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം കൊല്ലംകോടുള്ള എല്ലാ വാട്ടർഫോളും നമുക്ക് ലൈവായിട്ട് കാണാം. വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക, ആ ഒരു പ്രകൃതിയുടെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടണം, ഇപ്പോൾ തന്നെ പോകണം. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.